പേളി സ്വിറ്റ്സർലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ വികാരഭരിതമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നു മുതൽ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് പേളി എന്താണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇപ്പോഴിതാ അതിനുശേഷം സ്വിറ്റ്സർലൻഡ് വ്ലോഗുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. വികാരഭരിതമായ കാര്യമാണ് പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അന്നു മുതൽ പേളി ഗർഭിണിയാണോ എന്നാണ് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവർ തിരികെ വന്നതിന് ശേഷം ആദ്യം ആഘോഷിക്കുന്നത് ഡാഡിയുടെയും മമ്മിയുടെയും വിവാഹ വാർഷികമാണ്. എല്ലാവരെയും വിളിച്ചുകൂട്ടി വലിയൊരു ആഘോഷമാക്കി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. 2-3 മക്കളെ നടുക്കിരുത്തിക്കൊണ്ട് അവരുടെ ആശംസാഗാനവുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ്. ഒരുപാട് അംഗങ്ങളുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ ആലുവയിലെ പേളിയുടെ വീട് ഒരു ആഘോഷം നിറഞ്ഞ വീട് തന്നെയാണ്. എപ്പോഴും ആ ആഘോഷം അതിൽ നിലനിൽക്കാറുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അത്തരത്തിൽ തന്നെയാണ് നിലനിൽക്കാറുള്ളത്. ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയും അതുതന്നെയാണ്. പ്രേക്ഷകരെല്ലാവരും ഓരോ വാർത്തയായി തന്നെ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരോടൊപ്പം നിലവിലെ സാഹചര്യത്തിൽ തന്നെ വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് പേളി തന്നെയാണ്. കുറേയധികം നാളുകളായി പേളി ഒരു ബ്ലോഗ് പങ്കുവച്ചിട്ട് 1 മാസത്തിലേറെയായി എന്ന് പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും വലിയ ഗ്യാപ്പ് അങ്ങനെ എടുക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോകളുമായി എത്താറുണ്ട്. എന്നാൽ കുറച്ചധികം നാളുകളായി തിരക്കിലായിപ്പോയി എന്ന് തന്നെ പറയുകയാണ്. നിറ്റാര വളരുന്ന പ്രായമാണ്. നിറ്റുവിനോടൊപ്പം തന്നെ ഒരാൾ നിൽക്കണം. അതെപ്പോഴും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നിലു ബേബി സ്കൂളിൽ പോയി തുടങ്ങിയത്. ഇപ്പോൾ സ്കൂൾ വെക്കേഷനാണ്. അപ്പോൾ കുറച്ചുകൂടി പ്രയാസകരമാണെന്ന് പറയുന്നു. ആനന്ദകരമാക്കാൻ കുട്ടികളോടൊപ്പം തന്നെ സമയം ചെലവഴിക്കാറുണ്ട്. എന്നിരുന്നാലും പേളിയെ സംബന്ധിച്ച് ഈ ജീവിതമൊക്കെ തന്നെ വളരെയധികം നല്ലതായി പോകുന്നുണ്ട്. പേളിയോടൊപ്പം പേളിയുടെ അമ്മയും പേളിയുടെ അച്ഛനും ശ്രീനിയുടെ അമ്മയും വന്നപ്പോൾ തന്നെ എന്തോ വലിയൊരു വിശേഷമാണല്ലോ എന്ന് തോന്നിയിരുന്നു. ഒപ്പം അമ്മയുടെ അനിയത്തിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നു. പ്രേക്ഷകരും ഇതേ കാര്യങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. വികാരഭരിതമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെന്നും വികാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അടുത്ത സ്വിറ്റ്സർലൻഡ് വ്ലോഗിൽ തന്നെ ആ വിശേഷം വരുമെന്നുമായിരുന്നു പേളി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പേളി എന്താണ് പങ്കുവെക്കുന്നതെന്ന് കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകരെല്ലാവരും. ഈ വാർത്ത ഏറ്റെടുത്ത ഉടനെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എല്ലാവരും പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പേളി പങ്കുവച്ചപ്പോൾ തന്നെ ഗർഭിണിയാണോ എന്നാണ് എല്ലാവരും ചോദിച്ചെത്തിയത്. ഒരു വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണെന്നും സ്വിറ്റ്സർലൻഡ് വ്ലോഗ് നിങ്ങൾക്കത് കാണാൻ സാധിക്കുമെന്ന് പേളി പറഞ്ഞതോടെയാണ് എല്ലാവരും വ്ലോഗ് കാണാൻ തുടങ്ങിയത്. ഇത് മുഴുവൻ ഒരു വ്ലോഗിൽ തീരില്ല. അതുകൊണ്ട് വ്ലോഗുകൾ ഘട്ടം ഘട്ടമായാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി ആ ഒരു കാര്യവും പേളി പറയും. 3ാമത് ഗർഭിണിയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരിൻ്റെ വാർത്തകളൊക്കെ ഏറ്റെടുക്കുന്നത്. ആരാധകർക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കാനും ഏറ്റെടുക്കാനും പറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിരവധി കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെയാണ് ആരാധകരുടെ വാർത്തകളോടൊപ്പം ഇതും ഏറ്റെടുക്കുന്നത്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അതിവേഗമാണ് ഇപ്പോൾ പേളിയുടെ വാർത്ത മാറുന്നത്. നിസ്സംശയം അത് പറയാനും സാധിക്കും. കാരണം പേളിയുടെ കുടുംബത്തിൽ എല്ലാ ആഘോഷങ്ങളും ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രിപ്പ് പോകാനായാലും എത്തിയ ഒരുപാട് പേരിൽ തന്നെ ആദ്യം വികാരഭരിതമായ ഒരു ഇമോഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സംശയിക്കേണ്ടിയിരുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.